നമ്മുടെയൊക്കെ ഒരു ഭാരതീയ സങ്കല്പം അനുസരിച്ചിട്ട് ഇങ്ങനെ നീച ജന്മം എന്നൊക്കെ കരുതപ്പെടാവുന്ന മനുഷ്യരെ നോക്കിയിട്ട് വിളിക്കുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ രാജകീയ പുരോഹിതരാണ്. ഉൽപ്പത്തി തൊട്ട് ആ പുസ്തകം നമ്മളെ പരിശീലിപ്പിക്കുന്നത് അവനവൻ്റെ ഇടം കണ്ടെത്തി ഈ പറഞ്ഞത് കണക്ക് ഇങ്ങനെ കുലീനമായിട്ടും ചാരിതയുള്ളതായിട്ടും ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. ഈ ദൈവരാജ്യം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എന്താ യേശു പറഞ്ഞത്? ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. ക്രിസ്ത്യൻ എലഗൻസ് എന്നൊരു പദം ഇന്ന് പരക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ ഒരു അധ്യായത്തിൻ്റെ ശീർഷകം പോലും അതാണ്. എലഗൻ്റ് എന്ന വാക്കിന് തത്തുല്യമായിട്ട് ചാരുതയുള്ളതെന്നോ സുഭഗതയുള്ളതെന്നോ കുലീനമായെന്നോ ഋജുവെന്നോ ഒക്കെയുള്ള ഒത്തിരി പദങ്ങൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കാം. പക്ഷെ എന്നാൽ പോലും ഈ പദങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ധ്വനിയുള്ള, അതിനേക്കാൾ റിച്ചായ ഒരു വാക്കാണ് ഈ എലഗൻ എന്ന് പറയുന്ന പദം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഇന്നത്തെ ഒരു സംഭാഷണത്തിൽ ആ പദം കുറേ കൂടി ഉപയോഗിക്കാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. എലഗൻറ്റ്, ബി എലഗൻറ്റ്. ഒരുപക്ഷെ ഓർമ്മയിൽ വരുന്ന ആദ്യത്തെ പദങ്ങളിലൊന്നതാണ്. ആ ഒരു വാക്ക് പരിചയപ്പെട്ടത് ക്ലാസ് മുറിയിൽ നിന്നോ ആ പുസ്തകത്തിൽ നിന്നോ ആയിരുന്നില്ല, മറിച്ച് അന്ന് ആലപ്പുഴ പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുന്നൽക്കടയുടെ പേര് എലഗൻ എന്നായിരുന്നു. അപ്പനൊക്കെ ഷർട്ട് തുന്നിച്ചുകൊണ്ടിരുന്ന അവിടെയായിരുന്നു. അപ്പൻ്റെ സ്നേഹിതം കൂടിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അത്. കാർലോസ് സായിബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു തുന്നൽക്കടയ്ക്ക് എലഗൻ എന്ന് പേരിടുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പേരിടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കുറച്ച് പുസ്തകമൊക്കെ എഴുതുമ്പോൾ അതെല്ലാം കൂടി തുന്നിച്ചേർത്ത ഒരു പുസ്തകമാക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ പുസ്തകത്തിന് പേരെന്തിടും എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നു ഒരു കുട്ടിക്ക് പേരിടുമ്പോഴും ഒരു സ്ഥാപനത്തിന് പേരിടുമ്പോഴും ഒക്കെ അത്രയും മനുഷ്യർ ചിന്തിച്ചിട്ടിടുന്നൊരു പേരാണ്. നാട്ടിൻപുറത്തെ ഒരു കട കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരാളയാളുടെ കടയ്ക്ക് എലഗൻ എന്ന് പേരിടുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതൊരു ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഭംഗിയുള്ള സങ്കല്പമാണ്. അങ്ങനെ കുറേ കൂടി ഒരു എലഗൻറ്റ് നിലനിൽപ്പ് സാധ്യമാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. അതിങ്ങനെ ഒരാളുടെ ധനമായിട്ടോ അയാളുടെ പഠനമൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ അയാളുടെ സമൂഹത്തിൽ ഏത് ശ്രേണിയിൽ നിൽക്കുന്നുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട വാക്കേ അല്ല. അത് മനുഷ്യർ ആർജിച്ചെടുക്കുന്ന ഒന്നാണ്. തങ്ങളുടെ നന്മ കൊണ്ടും സത്യസന്ധത കൊണ്ടും തങ്ങളുടെ പ്രവർത്തികളുടെ സുഗന്ധം കൊണ്ടുമൊക്കെ മനുഷ്യരിലേക്ക് വന്നു ചേരുന്നൊരു പദമാണ് ഈ എലഗൻ എന്ന് പറയുക. ആദിമ ആ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് അങ്ങനെയായിരുന്നു ഒരു വാഴ്ത്ത. ദേ വർ സോ എലഗൻ പീപ്പിൾ. ഓർമ്മിക്കണം, ആരായിരുന്നു ഈ ആദിമ ക്രൈസ്തവർ എന്ന് പറയുന്നത്? അവരിങ്ങനെ എല്ലാ അർത്ഥത്തിലും ആ സമൂഹത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുന്ന, ആ സമൂഹത്തിൻ്റെ ഈ പറഞ്ഞ വിളിമ്പിൽ ജീവിക്കുന്ന മനുഷ്യരായിരുന്നു. യേശുവിൻ്റെ ആഭിമുഖ്യങ്ങൾ തന്നെയായിരുന്നു ഒരു കുറഞ്ഞ പക്ഷേ 3 നൂറ്റാണ്ടോളമെങ്കിലും സഭയുടെ ആഭിമുഖ്യവും പ്രയോറിറ്റി. എന്തായിരുന്നു യേശുവിൻ്റെ താല്പര്യങ്ങൾ? ഒരാൾക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുമ്പോഴോ ഒരാളെ തപ്പി ചെല്ലുമ്പോഴോ ഒക്കെ വാസ്തവത്തിൽ യേശുവിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഒരു 3 എല്ലിൽ അധിഷ്ഠിതമാണെന്ന് പറയുന്നത്. എൽ ക്യൂബ് എന്നൊക്കെ പറയും. ഒന്നാമത് ആ സമൂഹത്തിലെ ഏറ്റവും ലീസ്റ്റായ ഒരാളായിരിക്കും, അങ്ങേയറ്റം ഇങ്ങനെ താഴെ നിൽക്കുന്ന ഒരാൾ. അല്ലെങ്കിൽ ആ സമൂഹത്തിലെ ലോസ്റ്റായ മനുഷ്യർ, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ മനുഷ്യർ, ലീസ്റ്റ് ലോസ്റ്റ് ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു 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 സൂചനയിലായിരുന്നു യേശുവിൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പും നടന്നിരുന്നത്. ആദിമ ക്രൈസ്തവ സമൂഹത്തെ വേണമെങ്കിൽ ഈ പറഞ്ഞ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ അത്രയും സരളമായിട്ട് നമുക്ക് സെഗ്മെൻറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഏറ്റവും താഴെക്കിടയിലുള്ളവർ, ഏറ്റവും അവസാന നിരയിലുള്ളവർ, ഏറ്റവും നഷ്ടമായവർ. എന്നിട്ടും തങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ബെഞ്ച് മാർക്ക് കണക്ക് അവർ കൊണ്ട് നടന്ന പദമായിരുന്നു എലഗൻസ്. ഓർമ്മിക്കണം, ഒരു 3 നൂറ്റാണ്ടോളം പൂർണ്ണമായിട്ടും ഇത് നമ്മുടെ ഭാഷയിൽ ഒരു പക്ഷേ ദളിതെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സമൂഹത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു.
അടിമകളുണ്ടായിരുന്നു അക്ഷരാർത്ഥത്തിൽ. റോമിലൊക്കെ അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നൊരു കാലത്താണ് ക്രിസ്ത്യാനിറ്റിയുടെ ആ ഒരു ആരംഭം എന്നൊക്കെ ഓർത്താൽ നല്ലതാണ്. ഇതിലേക്ക് ആകൃഷ്ടരായ മനുഷ്യർ നിശ്ചയമായിട്ടും ആ ദേശത്തിലെ അടിമകളായിരുന്നു. അടിമകൾക്കൊന്നും ഒരു മതിപ്പും ഒരു കാലത്തും ഒരു സംസ്കാരത്തിലും ഉണ്ടായിരുന്നിട്ടില്ല. നിങ്ങൾ ചില ഇംഗ്ലീഷ് മൂവികളിലൊക്കെ കാണുമ്പോൾ ഈ സെയിലിങ്ങൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചിത്രങ്ങളിലൊക്കെ കാണാം, ഇങ്ങനെ അടിമകളാണ് ഈ പറയുന്ന കപ്പലിന് വേണ്ടിയുള്ള മുഴുവൻ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുക. അവരതിനകത്ത് ഇങ്ങനെ ഫ്യൂലിടുകയും കത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ. ഇതിലാർക്കെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞെന്നാൽ ഇങ്ങനെ ചത്തൊരു എലിയെ കണക്കെടുത്ത് ഇങ്ങനെ വെള്ളത്തിലേക്കിടും. അതിന് മീതെയായിട്ട് ഇവർക്കൊരു മൂല്യവും ഒരു കാലത്തിലും ലഭിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അടിമകളിൽ സംഭവിക്കുന്ന, ഇങ്ങനെ കൂനിപ്പിടിച്ച് ജീവിക്കുന്ന മനുഷ്യരിൽ സംഭവിക്കുന്ന വ്യതിയാനത്തെക്കുറിച്ച് ആ ദേശത്തിൻ്റെ പ്രഭുക്കന്മാർക്ക് ധാരണ ഉണ്ടാവുന്നത്. ഇവർ കലഹിക്കുന്നില്ല, ഇവർ പുഞ്ചിരിക്കുന്നുണ്ട്, ഇവരൊന്നിനെയും കുറ്റപ്പെടുത്തുന്നില്ല, തങ്ങളുടെ വിധിയെ പഴിക്കുന്നില്ല, സമയം കിട്ടുമ്പോഴൊക്കെ ഇവരിങ്ങനെ കണ്ണുപൂട്ടിയിരിപ്പുണ്ട്. ഇവരിൽ വന്ന മാറ്റത്തിന് കാരണമെന്ന നിലയിലാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നൊരു ധർമ്മത്തെക്കുറിച്ച് ഈ സമൂഹത്തിൽ മേലേക്കിടയിലുള്ളവർക്ക് താല്പര്യമുണ്ടായത്. അവരിൽ താല്പര്യമുണർത്തുന്ന വിധത്തിൽ അത്രയും എലഗൻ്റായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു ഇവർ. ഇതിവരിലേക്ക് കൊണ്ടുവന്നൊരു പുതിയ ബോധത്തിൻ്റെ, ആ പുതിയ മിന്നലിൻ്റെ ഭാഗമായിരുന്നു പത്രോസ്ലീഹ ഈ പറഞ്ഞ ഒരു സമൂഹത്തെ, ആ സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരെ നോക്കിയിട്ട് ഒരു പരിഗണനയും കിട്ടാത്ത മനുഷ്യരെ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഒരു ഭാരതീയ സങ്കല്പം അനുസരിച്ചിട്ട് ഇങ്ങനെ നീച ജന്മം എന്നൊക്കെ കരുതപ്പെടാവുന്ന മനുഷ്യരെ നോക്കിയിട്ട് വിളിക്കുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ രാജകീയ പുരോഹിതരാണ്. യു ബോത്ത് കിങ്സ് ആൻഡ് പ്രീസ്റ്റ് എന്ന് പറയുക. റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്താ അതിൻ്റെ ഒരു ഭംഗിയെന്ന് പറയുന്നത്, അത് അത്രയും പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ്. ഭൗതികാർത്ഥത്തിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്ന ഏറ്റവും നല്ല വാക്കാണ് ഈ രാജാവെന്ന് പറയുന്നത്. ആത്മീയതയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആന്തരികതയുമായി ബന്ധപ്പെട്ട് പക്ഷേ എൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, എന്നാൽ പോലും സങ്കല്പിക്കാവുന്ന ഒരു അൾട്ടിമേറ്റ് വാക്കെന്ന് പറയുന്ന പ്രീസ്റ്റാണ്. ഇത് രണ്ടും അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ട് യഹൂദർക്കിടയിൽ നടപ്പ് രീതി എന്ന് പറയുന്നത് ഈ രണ്ട് ഉത്തരവാദിത്തങ്ങൾ ഒരാൾക്ക് ഒരേ സമയത്ത് കൊണ്ടുനടക്കാൻ പറ്റത്തില്ല. അതങ്ങനെ രാജാവാണെങ്കിൽ അയാൾക്ക് പ്രീസ്റ്റാകാൻ പറ്റത്തില്ല, ആ പ്രീസ്റ്റിന് തിരിച്ചു പോകാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു രാജാവ് ഈ പ്രീസ്റ്റൊക്കെ ആയി കഴിയുമ്പോൾ ഇങ്ങനെ കൊല വധിച്ചു കളയാനായിട്ടുള്ള ഒരു അവകാശം പോലും അവരുടെ സംസ്കാരത്തിൽ നൽകുന്നുണ്ട്. ഒരു എക്സെപ്ഷൻ എന്ന് വിചാരിക്കുന്നത് ദാവീദ് മാത്രമാണ്. ദാവീദ് ഒരുപക്ഷെ ഈ സരണിയിലൊക്കെ പെടാത്ത വിധത്തിൽ പ്രകാശമുള്ള, ദൈവത്തോട് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്ന വിധത്തിൽ തെളിമയുള്ളൊരു മനുഷ്യനായിരുന്നു. അയാൾ ഈ രണ്ട് കാര്യങ്ങളും ഇങ്ങനെ സംഗമിക്കുന്നുണ്ട്, ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പൊതുവെ ബൈഫക്കറ്റ് ചെയ്യപ്പെടുന്ന രണ്ട് ഉത്തരവാദിത്തങ്ങളാണ് ഈ രാജത്വം എന്ന് പറയുന്നതും പൗരോഹിത്യം എന്ന് പറയുന്നതും. രണ്ട് ശ്രേണികളാണ്. ഭരണവംശം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പശ്ചാത്തലത്തിൽ ഈ ക്ഷത്രിയമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ക്ലാനുണ്ട്. പുരോഹിതരെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ക്ലാൻ എന്ന് പറയുന്ന ലേവിയുടെ ഒരു ക്ലാനാണ്, ലേവിയുടെ ഒരു തുടർച്ചയാണ്. ലേവിയുടെയൊക്കെ ഈ പുരോഹിതൻ പറയുമ്പോൾ ഇന്ന് നമ്മൾ അർത്ഥമാക്കുന്ന രീതിയിൽ ഒരു അനുഷ്ഠാനങ്ങളുടെ മനുഷ്യനായിട്ടായിരുന്നില്ല ആ പഴയ നിയമം കൽപ്പിച്ചു കൊടുത്തിരുന്നത്. അതിൻ്റെ ആരംഭത്തിലെങ്കിലും അതങ്ങനെ ആയിരുന്നില്ല. ആരംഭത്തിൽ എന്തായിരുന്നു ഈ പുരോഹിതൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? വെറുതെ ബിലോങ് ടു ഗോഡ് എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് അവകാശപ്പെട്ട ഒരാൾ, വേറെ ഒന്നുമല്ല. അതുകൊണ്ടാണല്ലോ ഈ ലേവിയുടെ മക്കൾക്കൊക്കെ സ്വത്ത് കൊടുക്കാത്തതിനെക്കുറിച്ച്, സ്വത്ത് വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് സ്വത്ത് കൊടുക്കാത്തതിനെക്കുറിച്ചൊരു തർക്കവും ഒരു മുറിവുറുപ്പൊക്കെ സമൂഹത്തിലുണ്ടാകുമ്പോൾ ആ സമൂഹത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ പറഞ്ഞു, ഇല്ല, അവർക്ക് സ്വത്തില്ല. എന്താ കാര്യം? കർത്താവാണ് അവരുടെ ഓഹരി. അപ്പോൾ ദൈവം ഇങ്ങനെ ഓഹരിയായിട്ട് കണക്കാക്കിയ മനുഷ്യൻ തന്നെയാണ് ആ പ്രീസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതിന് ആ ചരിത്രത്തിലൂടെയും കാലത്തിലൂടെയും ഒക്കെ വ്യത്യസ്തമായ നിറങ്ങളും ഭേദഗതികളുമൊക്കെ ഉണ്ടായെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതിൻ്റെ ആരംഭത്തിലെങ്കിലും അതങ്ങനെ ആയിരുന്നില്ല. അതിനൊറ്റ സങ്കല്പം ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു പണ്ടിങ്ങനെ ആധാരമൊക്കെ എഴുതുമ്പോഴേക്കും പുരോഹിതനുമായി ബന്ധപ്പെട്ട് പൂരിപ്പിക്കേണ്ട ഒരു വാക്ക് അതായിരുന്നു ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഒന്ന് ഫാക്ട് ചെക്ക് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിങ്ങനെയാണ്, ഓരോരുത്തരുടെയും പേരുകൾ വരുന്നു. അപ്പോൾ വർഗീസ് അല്ലെങ്കിൽ പുരോഹിതനാണ്. അപ്പോൾ തൊഴിലെന്ന് പറയുന്ന ആ ഒരു കോളത്തിൽ എഴുതേണ്ട വാക്ക് ദൈവവിചാരം എന്നുള്ള, മറന്നുമല്ല ദൈവവിചാരം. അപ്പോൾ
ഒരേ സമൂഹത്തിനകത്തെ രണ്ട് തലങ്ങൾക്കകത്തെ അൾട്ടിമേറ്റ് പദങ്ങൾ, രാജാവ്, പ്രീസ്റ്റ്, ഇത് രണ്ടും കൂടി ചേർന്നവരാണ് നിങ്ങളെന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ശക്തമായ ഒരു ബോധത്തിലേക്കാണ് ഈ പാവപ്പെട്ട മനുഷ്യർ പ്രവേശിക്കുക. ഇങ്ങനെ മിന്നലേൽക്കുന്ന കണക്കാം. എല്ലാവരുടെ മുമ്പിലും കുനിഞ്ഞും എല്ലാവർക്കും കീഴ്പ്പെട്ടും അന്തിക്ക് ഭക്ഷണത്തെക്കുറിച്ച് ഉറപ്പില്ലാതെയും ഒക്കെ നടക്കുന്ന മനുഷ്യർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രകാശം ഉണ്ടാവുകയാണ്. ബോത്ത് പ്രീസ്റ്റ് ആൻഡ് കിങ്സ്. എനിക്ക് തോന്നുന്നു എവിടൊക്കെ മനുഷ്യർ ഇങ്ങനെ ലോയസ്റ്റ് മിൽ ജീവിക്കുന്നുണ്ടോ, എവിടൊക്കെ മനുഷ്യർ ഈ തലകുനി ജീവിക്കുന്നോ, അവരൊക്കെ ഈ വാക്കിനൊന്ന് ഗൗരവമായിട്ട് എടുക്കേണ്ട. ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ഒരു ലോ സെൽഫ് എസ്റ്റീമിലോട്ട് ഇങ്ങനെ ഒരു വഴുതിപ്പോകാത്ത ഒരു മനുഷ്യരില്ലെന്ന് തോന്നുന്നു. ചിലപ്പോൾ നമ്മുടെ കൈപ്പിഴ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മൾക്ക് മനുഷ്യർ കൽപ്പിച്ചു തരുന്ന ചില അപമാനങ്ങൾ കൊണ്ടാവാം, ചിലപ്പോൾ നമ്മുടെ തന്നെ അപക്വത കൊണ്ടാവാം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ഈ അവനവനോട് മതിപ്പ് പറയാമെന്ന് പറയുന്നൊരു പ്രശ്നം ലോകത്തെല്ലാ മനുഷ്യരെയും ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് സംഭവിച്ചിട്ടുണ്ടാകും. എനിക്ക് അതിനകത്ത് വല്ലാതെ കരുവായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപൂർവമായിട്ടെങ്കിലുമൊക്കെ ചിലർ വന്നിട്ട് ഇന്ന കാര്യങ്ങൾ നന്നായി, ഇന്നത് എഴുതി നന്നായി, ഇന്നത് പറഞ്ഞു നന്നായി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുള്ളത്, എൻ്റെ ഒരു ലോ സെൽഫ് എസ്റ്റീമിനകത്ത്, ഞാൻ എന്നോട് തന്നെ പുലർത്തുന്ന ഒരു മതിപ്പ് കുറവിനകത്ത് ദൈവം എനിക്ക് തരുന്നൊരു പാറ്റായിട്ട് മാത്രം, ഒരിക്കലും അതൊരു അഭിനന്ദനമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ ഈഗോയെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യമായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ് വാസ്തവത്തിൽ. നമുക്ക് നമ്മളോട് മതിപ്പ് നഷ്ടപ്പെടാമെന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മതിപ്പ് നഷ്ടപ്പെട്ട മനുഷ്യരുണ്ട്. അതിന് ചെറുതോ വലുതെന്നോ പഠിച്ചവനെന്നോ പഠിക്കാത്തവനെന്നോ ഒരർത്ഥമില്ല. ഇതൊക്കെ ഉള്ള മനുഷ്യരും ഇങ്ങനെ കൂനിപ്പിടിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവർക്കൊക്കെ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു വാക്കാണ് നിങ്ങൾ രാജകീയ പുരോഹിതനാണ്. എല്ലാ അർത്ഥത്തിലും, ഭൗതികമായ അർത്ഥത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള എല്ലാ ധൈര്യം, നിങ്ങളുടെ സുൽത്താനാണ്. ബി യുവർ ഓൺ മാസ്റ്റർ. ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു മാതൃകയെന്ന് പറയുന്ന യേശു തന്നെ. ഒന്നോർത്ത് കഴിഞ്ഞാൽ എന്തൊരു ജീവിതമായിരുന്നു. അങ്ങനെ ഒറ്റ ഉടുപ്പിട്ടൊരു ജീവിതം എന്നൊക്കെയാണ് പാരമ്പര്യം പറയുന്നത്. നമ്മുടെ ഈസ്റ്റിൻ്റെ ഒക്കെ ഒരു ചൂട് വെച്ച് നോക്കുമ്പോൾ ഒറ്റ ഉടുപ്പായാലും ചിലപ്പോൾ മതിയാവും. ഒന്ന് കുളിച്ച് കയറി വരുമ്പോഴേക്കും ഈ കുത്തി പാറയിൽ വിരിച്ചിട്ടിരിക്കുന്ന ഉടുപ്പ് ഇങ്ങനെ ഇസ്തിരിയിട്ട കണക്ക് കിട്ടും. അങ്ങനെ ഒരു ഒറ്റ ഉടുപ്പോ അല്ലെങ്കിൽ രണ്ടുടുപ്പിൻ്റെയൊക്കെ മാത്രം ഇങ്ങനെ കൈവശമുള്ള, ഭൂമിക്ക് മീതെ ഒരു നാണയവും ഇല്ലാതിരുന്ന, ഒരു വീടും ഉണ്ടാക്കാതെ പോയ മനുഷ്യനെ കണക്ക് എലഗൻ്റായിട്ട് ആരാ ജീവിച്ചിട്ടുള്ളത്? ഒന്നിനോടും വിധേയപ്പെട്ടില്ല. എന്തൊരു തലയെടുപ്പൂടി ആ മനുഷ്യൻ നിന്നത്. ഭരിക്കുന്ന രാജാവ് അയാളെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ പറഞ്ഞ വാക്ക് ഇതിനകം പലയിടങ്ങളിലായിട്ട് നമ്മൾ കോട്ട് ചെയ്യുന്നൊരു വാക്കാണ്, ആ കുറുക്കനോട് പറ, നാളെയും മറ്റന്നാളുമൊക്കെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, സമയം കിട്ടുമോ എന്ന് കാണും. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരു പഞ്ചായത്ത് മെമ്പർ കാണണമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഓട്ടോ വിളിച്ച് അല്ല വീട്ടിൽ ചെന്നിട്ട് സാറേ വിളിച്ചോ എന്നിങ്ങനെ പതുക്കെ ഇങ്ങനെ തലചോറും ചോദിക്കും. ആ കാലത്ത് അലഞ്ഞടക്കുന്നൊരു മനുഷ്യൻ, ഒന്നിൻ്റെയും പിൻബലമില്ലാത്തൊരു മനുഷ്യൻ എന്ത് ധൈര്യത്തിലൂടെയാണ് പറയുന്നത് ആ കുറുക്കനോട് പറയുക. അപ്പം ഇതൊക്കെ യേശു പുലർത്തിയ വലിയ മതിപ്പിൻ്റെ പ്രതീകമാണ്. കമ്മിയൊക്കെ പിന്നീട് പറയുന്നുണ്ടല്ലോ, ഒരാളെ മാത്രമേ ഞാൻ നമസ്കരിക്കത്തുള്ളൂ. ആരാണത്? കഠിന ദാരിദ്ര്യത്തിലും തൻ്റെ കുലീനത നിലനിർത്തുന്ന ഒരാൾ. അത് പറയുമ്പോൾ കമ്മ്യൂണിൻ്റെ ബോധത്തിലൂടെ യേശു ഒരു മിന്നൽ കണക്ക് കടന്നു പോയിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കഠിന ദാരിദ്ര്യത്തിലും കുലീന പുലർത്തുന്ന മനുഷ്യർ, എനിക്ക് തോന്നുന്നു അവരെല്ലാ കാലങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെയൊക്കെ ഒരു ഏറ്റവും നല്ലൊരു ക്രിസ്ത്യൻ മാതൃക എന്ന് പറയുന്നത് ഇങ്ങനെ അപ്പനൊക്കെ തന്നെ. ക്രിസ്ത്യൻ ഞാൻ ഉപയോഗിക്കുമ്പോഴേക്കും ഒരു മതമെന്ന നിലയല്ല കേട്ടോ ഉപയോഗിക്കുക. ഇങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് ചില കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്ന ഒരു വലിയ സംഘം ഇങ്ങനെ മനുഷ്യർ ഈ ലോകത്തുണ്ട്. അതിനൊരു മാതൃക നിലയിൽ തന്നെയാണ് ആ വാക്ക് ഞാൻ ഉപയോഗിക്കുക. അപ്പനൊക്കെ എന്ത് എലഗൻ്റായിട്ടാണ് ജീവിച്ചത്. ആ ഒരു എലഗൻസ് അവരുടെ വേഷത്തിൽ പോലും അവർ പുലർത്താനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനെ പരമാവധി അലക്കി വെളുപ്പിച്ച വസ്ത്രങ്ങളുമായിട്ട് അവർ നടന്നു പോയി. ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനെ മുണ്ട് പോലും മടക്കി കുത്താതെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരാളായിരുന്നു എൻ്റെ അപ്പൻ എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ട് മുണ്ട് മടക്കി കുത്തുന്നില്ല എന്ന ചോദ്യത്തിന് പുള്ളി കൊടുക്കുന്ന ഉത്തരവെന്ന് പറയുന്നത്, ഞാൻ അധ്യാപകനാണ്. നാട്ടിൻപുറത്തെ ഒരു സ്കൂൾ അധ്യാപകൻ മുണ്ട് മടക്കി കുത്തിയാൽ എന്താ, മടക്കി കുത്തിയില്ല എന്നെന്താ. പക്ഷെ അതല്ല, താൻ ചെയ്യുന്നൊരു കർമ്മത്തെക്കുറിച്ചുള്ള നല്ല ധാരണയിൽ നിന്നാണ് ഇത്തരം എലഗൻസ് ഉണ്ടാകുന്നത്.
എല്ലാവരും അവരവരുടെ ഇടത്തെക്കുറിച്ചും അവരവരുടെ പ്രസക്തിയെക്കുറിച്ചും ബോധവാന്മാകുന്നൊരു കാലത്തിനകത്ത് മാത്രം സംഭവിക്കുന്ന ഒരു മനോഭാവത്തിൻ്റെ ഭാരണ എലഗൻസ്. വെറുതെ ഒന്ന് ഓർത്താൽ മതി എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. വാസ്തവത്തിൽ ഈ നമ്മൾ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഉൽപ്പത്തി തൊട്ട് ആ പുസ്തകം നമ്മളെ പരിശീലിപ്പിക്കുന്നത് അവനവൻ്റെ ഇടം കണ്ടെത്തി ഈ പറഞ്ഞത് കണക്ക് ഇങ്ങനെ കുലീനമായിട്ടും ചാരിതയുള്ളതായിട്ടും ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. എന്തായിരുന്നു ഈ ഭൂതലത്തിൽ മുഴങ്ങിയ ഏറ്റവും ആദ്യ ശബ്ദം? നീ എവിടെയാണ്? എൻ്റെ അർത്ഥം, നമ്മൾ ചവിട്ടി നിൽക്കുന്നിടവും നമ്മൾ കരയറ്റുന്ന ഉത്തരവാദിത്വവും ഒക്കെ ഒന്നുകൂടി കണ്ടെത്തി അതിന് നിരക്കുന്ന വിധത്തിൽ അഗാധമായിട്ട് വേരുകളുള്ളവരായിട്ട് ജീവിക്കുക, അവനവൻ്റെ സ്പേസ് കണ്ടെത്തി ജീവിക്കുക എന്നുള്ള എന്തൊരു കുഴപ്പം പിടിച്ച ചോദ്യമാണ് നീ എവിടെയാണെന്നുള്ളത്. ഓരോരുത്തരും അവരവരുടെ ഇടത്തെക്കുറിച്ച് കുറച്ചുകൂടി ബോധവാന്മാരായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം എന്തുമാത്രം ഭേദപ്പെട്ടൊരിടമായി മാറിയേനെ. കുറച്ചുകൂടി യാത്രകളിലേക്ക് ഭാഗമായിട്ട് ഈ പോളണ്ടിൽ ഇങ്ങനെ നമുക്കറിയാവുന്ന ഒരു കമ്പാഷൻ ഫൗസ്റ്റീനയുടെ മഠമുണ്ടല്ലോ, നമ്മൾ യേശുവിൻ്റെ ഒരു കമ്പാഷൻ രൂപമൊക്കെ ഉണ്ടല്ലോ, വളരെ പ്രശസ്തമായ കരുണയുടെ യേശു എന്നൊക്കെ പറയുന്നത്, ഡിവൈൻ മെഴ്സിയുടെ രൂപം എന്നൊക്കെ പറയുന്നത്. അത് ഫൗസ്റ്റീന എന്ന് പറയുന്ന ഒരു വിശുദ്ധക്ക് കിട്ടിയ ദർശനം. അവരൊരു നണ്ണായിരുന്നു. അവരുടെ മഠം എന്ന് പറയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒന്ന് പോകാനായിട്ടൊരു അവസരം ഒരു അടുപ്പമുള്ളൊരു കുടുംബത്തിൻ്റെയൊക്കെ ഒരു താല്പര്യം കൊണ്ടും പ്രിയം കൊണ്ടും കിട്ടി. ഓരോരോ ഇടങ്ങളിൽ നമ്മളിങ്ങനെ കണ്ടുവരിക. നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഒരു പോളിഷ് പശ്ചാത്തലമുള്ള ഒരു കന്യാസ്ത്രീയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്ന ചെറിയ ഇംഗ്ലീഷിൽ ഞങ്ങളിങ്ങനെ കാര്യങ്ങൾ കണ്ടും പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ ഒരിടത്ത് ഞാനിങ്ങനെ കയറി ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് ഈ സ്ത്രീ ആ ഇംഗ്ലീഷൊക്കെ വിട്ടിട്ട് അവരുടെ ഭാഷയിൽ ഇങ്ങനെ നിലവിളിക്കുന്ന വിധത്തിലാണ് സംസാരിക്കുന്നത്. എനിക്കവർ പറയുന്ന കാര്യങ്ങൾ പിടുത്തം കിട്ടുന്നേയില്ല. എന്തോന്നൊരു കാര്യത്തിന് അതൊരു അപ്സെറ്റാണെന്ന് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. പിന്നീട് കാര്യങ്ങൾ ശാന്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ സംഭവിച്ച കൈപ്പിഴയെന്ന് വെച്ചെന്നാൽ ഈ ഫൗസ്റ്റീനയ്ക്ക് യേശു ദർശനം കൊടുത്തൊരിടമുണ്ട്. അവരൊരു മഠത്തിൻ്റെ ഒരു ഇങ്ങനെ പാർലറിൽ വെച്ചിട്ടാണ് ഇങ്ങനെ യേശു ആദ്യമായിട്ട് തൻ്റെ ദർശനം ഈ അമ്മയ്ക്ക് കൊടുക്കുന്നത്. അതിങ്ങനെ അവിടുത്തെ ഭിത്തിയിലോ അതിൻ്റെ പുറത്തോ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് നമുക്ക് പിടുത്തം കിട്ടിയില്ല. വസ്തുവിൽ ആ ഇടത്തിലാണ് ഇപ്പം നമ്മൾ തീരെ അലക്ഷ്യമായിട്ടും തീരെ ധാരണയില്ലാതെയും തീരെ വിനയമില്ലാതെയും ഒക്കെ നിൽക്കുന്നത്. അപ്പം അവർ നിലവിളിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്, നീ എവിടെയാണ് നിൽക്കുന്നത്? ഇത് ആദ്യം മുഴങ്ങിയ ആ ചോദ്യം തന്നെ, നീ എവിടെയാണ്? നിങ്ങളുടെ അമ്മയാവുന്ന കണക്കാണ്. ഇത്തിരി പോകുന്നൊരു കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിലേക്ക് ഡോക്ടർ തന്നിട്ട് അല്ലെങ്കിൽ നഴ്സ് തന്നിട്ട് ഇങ്ങനെ മിഡ് വൈഫോ ആരെങ്കിലും കൈമാറ്റം നൽകിയിട്ട് പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഇത് കുട്ടിയാണെന്നോ പെണ്ണെന്നൊക്കെ പറയുന്നൊരു നിമിഷമുണ്ടല്ലോ. ആ നിമിഷം നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ഒരു 10-26 വർഷം മുമ്പ് നിങ്ങളുടെ അമ്മ നിന്ന് അതേ ഇടത്തിലാണ്, അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന ആ മനുഷ്യൻ നിൽക്കുന്നത് നിങ്ങളുടെ അച്ഛൻ നിന്ന് അതേ ഇടത്തിലാണ്. ഓരോരുത്തരും അവരവരുടെ ഇടം കണ്ടെത്തുന്ന ആ നിമിഷം തൊട്ട് മറ്റൊന്നുമായിട്ടും താരതമ്യം ആവശ്യമില്ലാത്ത വിധത്തിൽ ഒന്നിനെക്കുറിച്ചും തലവുനിക്കേണ്ട വിധമില്ലാത്ത വിധത്തിൽ ഇങ്ങനെ മനുഷ്യരുടെ എലഗൻസ് വർദ്ധിക്കുന്നു. ഈ എലഗൻസിൻ്റെ പാഠമാണ് ഇങ്ങനെ യേശു പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. നമ്മുടെ വർത്തിനെക്കുറിച്ച് കുറേ കൂടി ബോധവാന്മാരാവുക. ദൈവരാജ്യം എന്ന് പറയുന്നൊരു ആശയമാണല്ലോ ഒരു പക്ഷേ സുവിശേഷത്തിൻ്റെ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ ദൈവരാജ്യം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എന്താ യേശു പറഞ്ഞത്? ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. ഇത്രയും വലിയൊരു നിധി കൊണ്ട് നടക്കുന്ന മനുഷ്യരിൽ, ഇത്രയും വലിയ സങ്കല്പഭൂമി കൊണ്ടു നടക്കുന്ന മനുഷ്യർ എന്തിനാണ്, ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ വിധേയപ്പെട്ട് ജീവിക്കുക? നമ്മുടെ ഭാഷയിലൊരു വാക്ക് പോലുമാണ് വിധേയം എന്ന് പറഞ്ഞൊരു വാക്ക്. ഒരു വളരെ ഭംഗിയുള്ള ഒരു ചിത്രവും നോവലുമൊക്കെ അതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള വിധേയം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള വിധേയന്മാരുടെ ഭൂമിയായിട്ട് നമ്മൾ പാർക്കുന്ന ഈ ഗ്രഹം ചുരുങ്ങിപ്പോയെന്നുള്ളത് വലിയ കഷ്ടമുള്ളതല്ലേ. അപ്പോൾ കുറേ കൂടി ഇങ്ങനെ നേരെ നിൽക്കാനും കുറേ കൂടി ആത്മവിശ്വാസത്തിൽ ജീവിക്കാനും ഒക്കെ ഉള്ള ക്ഷണമാണ് ഈ പദം എൻ്റെ ഉള്ളിൽ ഉണർത്തുന്ന ധ്വനികളാണ്. യേശുവിനെക്കുറിച്ച് പറയുന്നൊരു സൂചനയുണ്ടല്ലോ, അവൻ്റെ എല്ലുകളൊന്നും തകർത്തില്ല, എന്നാൽ അവൻ്റെ ഹൃദയം തുറന്നു കിടക്കുകയും, കാരണം ഇങ്ങനെ നെഞ്ചിൽ കുത്തുന്നുണ്ട്. വല്ലാത്തൊരു വ്യക്തിത്വത്തിൻ്റെ സൂചനയൊക്കെ ആയിട്ട് ഇതിനെ വായിച്ചെടുക്കുന്ന മനുഷ്യരുണ്ട്. എൻ്റെ അർത്ഥം ഇങ്ങനെ നട്ടലിന് ഒരു വളവും സംഭവിച്ചിട്ടില്ല. നമ്മളെക്കുറിച്ചുള്ളൊരു ഏറ്റവും വലിയൊരു ആരോപണം ഈ സ്പൈൻലെസ് എന്ന് പറഞ്ഞൊരു ആരോപണം വളരെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് നട്ടലില്ലെന്ന് പറയുന്നത്. എന്നാൽ നട്ടലുള്ള മനുഷ്യർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും ഈ കരുണയുടെ ഒരു തുറവ്
ഒരു ഓപ്പണിംഗ് ഇല്ലാതെ ആവുന്നു. എന്നുവെച്ചാൽ ഹൃദയം തുറന്നു കഴിഞ്ഞാൽ പിന്നെ നട്ടല് വളഞ്ഞു പോകും. നട്ടല് നേരെ നിന്നാൽ പിന്നെ ഹൃദയം സ്റ്റിച്ചിട്ട് വെക്കും. യേശുവിൽ ഈ നട്ടലൊന്നും തകർത്തിട്ടില്ല, അല്ലെങ്കിൽ എല്ലുകളൊന്നും തകർത്തിട്ടില്ല, എന്നാൽ ഹൃദയം തുറന്നു കിടക്കുകയും ചെയ്തിരിക്കുന്നു. എന്തൊരു ബ്ലെൻഡാ അത്! ഭയങ്കര ആത്മവിശ്വാസം ജീവിക്കുക, അഗാധമായ കരുണയിൽ മുമ്പോട്ട് പോകുക എന്ന് പറയുന്ന ധ്വനികളാണ്. ഓർമ്മിക്കണം, ഈ റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്നൊക്കെ ഉള്ള പദം ഉപയോഗിക്കുന്ന പത്രോസ് വളരെയേറെ ഈ ആത്മനിന്ദ കൊണ്ട് നടന്നൊരു മനുഷ്യനായിരുന്നു. അയാൾക്ക് അയാളുടെ ഒരു മതിപ്പും ഉണ്ടായിട്ടില്ല. പത്രോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെഫറൻസൊക്കെ നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കോളൂ. എല്ലായിടത്തും ഈ മനുഷ്യൻ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്നത്. യേശു ഒരിക്കൽ അയാളുടെ തീരത്തേക്ക് വന്നു. ഗലീല തടാകമാണ് വാസ്തുള്ളത്. നമ്മൾ കടലെന്ന് പറഞ്ഞാൽ പോലെ ഒരു തടാകമാണ്. ഈ തടാകക്കരയിൽ വന്ന് നിന്നിട്ട് വലിയ കടലിലേക്ക് പോകാനായിട്ട്, ആഴങ്ങളിലേക്ക് പോകാനൊക്കെ ആയിട്ട് യേശു ക്ഷണിക്കുന്ന ഈ മനുഷ്യനെയാണ്. എന്നിട്ട് ഈ മനുഷ്യനെ തന്നെയാണ് ഇങ്ങനെ മനുഷ്യരെ പിടിക്കാനായിട്ട്, മനുഷ്യമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്കകത്ത് കൺസ്ട്രക്റ്റീവായിട്ട് ഇടപെടാനായിട്ട് യേശു ക്ഷണിക്കുന്നതും. എന്നിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രഭയുള്ളൊരു മനുഷ്യനാണ്, എന്തോ വ്യത്യാസമുള്ളൊരു മനുഷ്യനാണ് യേശു എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം ഇങ്ങനെയാണ് നിലവിളിക്കുന്നത്, നീ തീരം വിട്ടു പോകണം. ഇത് പാപികളുടെ തീരമാണ്. എനിക്കൊന്ന് വളരെ കോൺസ്റ്റൻ്റായിട്ട് ഉപയോഗിച്ച് ഒരുപക്ഷെ നമ്മുടെ എലഗൻസിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന വിധത്തിൽ ഈ പദം എങ്ങനെയോ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. ഇങ്ങനെ ഞാൻ പാപിയാണ്. ഒരു ആത്മനിഷ്ഠമായ ഒരു അവനവനെ തന്നെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആ പദം കുഴപ്പമില്ല. പക്ഷെ അവനവനെ തന്നെ ജീവിതകാലം മുഴുവൻ കുനിച്ചു നിർത്തുന്ന പദമായിട്ട് നിങ്ങൾ ആ പദത്തെ തെറ്റിദ്ധരിച്ച് കഴിഞ്ഞെന്നാൽ ഇങ്ങനെ കാര്യങ്ങൾ പാളിപ്പോവുകയാണ്. പക്ഷേ ഈ പ്രശ്നം തന്നെയാണ് പത്രോസ് ഉടനീളം പുലർത്തുന്നത്. എല്ലായിടത്തും അയാളത് കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മൾ പലയിടങ്ങളായിട്ടത് കാണുന്നു. ഒടുവിൽ ഈ യേശു അയാൾ കാൽപാദം കഴുകുമ്പോഴൊക്കെ പോലും ഈ 3 വർഷത്തെ പരിശീലനത്തിന് ശേഷവും ഈ 3 വർഷം ആത്മവിശ്വാസം നടത്താനുള്ള ചില പാഠങ്ങൾ കൊടുത്തതിന് ശേഷവും അയാൾ അതേ ബോധം തന്നെയാണ് കൊണ്ട് നടക്കുന്നത്. നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, യേശു അയാളുടെ കാൽപാദം കഴുകുക. കാൽപാദം കഴുകുമ്പോഴേക്കും ഈ മനുഷ്യൻ പറയുന്നു, നീ എൻ്റെ പാദം കഴുകരുത്, എൻ്റെ പാദത്ത് തൊടാനായിട്ട് അർഹതയില്ല. അപ്പോൾ യേശു അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ നിൻ്റെ പാദം കഴുകിയില്ലെങ്കിൽ, ഞാൻ നിൻ്റെ എലഗൻസിനെ വീണ്ടെടുത്തില്ലെങ്കിൽ, നിൻ്റെ കാൽ പതിഞ്ഞിട്ടുള്ള പൊടിയെ കഴുകിയെടുത്തില്ലെങ്കിൽ നിനക്കിപ്പോൾ നടക്കുന്ന ഈ വിരുന്നിനകത്ത് പങ്കാളിത്തം ഉണ്ടാവില്ല. പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ഭംഗിയുള്ള പ്രതീകാത്മകമായ അർത്ഥത്തെക്കുറിച്ച് ഈ മനുഷ്യൻ ബോധവാനായി. ഉടനെ എങ്ങനെയാണ് ഈ മനുഷ്യൻ വിളിച്ചു പറയുന്നത്? അങ്ങനെയെങ്കിൽ നീ എൻ്റെ പാദമല്ല കഴുകേണ്ടത്, എൻ്റെ തലയിൽ വെള്ളമൊഴിക്കുക, എന്നെ കുളിപ്പിക്കുക. അതിൻ്റെ അർത്ഥം അടിമുടി ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളൊരു മനുഷ്യനാണ് ഞാൻ. പാദം ഇടർന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ശിരസിലിടറിയിട്ടുണ്ട്. അടിമുടി ആ പാപത്തിന് സ്വാധീനപ്പെട്ട ഒരാളാണ്. എന്നിട്ട് യേശു എന്താ പറയുന്നത്? കുളി കഴിഞ്ഞവരെ പാദം മാത്രം കഴുകിയാൽ മതി. യേശു കാര്യങ്ങളെ കുറേ കൂടി ഡയറക്റ്റായിട്ട് എടുക്കാനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. കാര്യം ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്, അതിനെ അഭിമുഖീകരിക്കുക. അല്ലെങ്കിൽ അടിമുടി നിങ്ങൾ മോശപ്പെട്ട മനുഷ്യനാണെന്ന സങ്കല്പത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് യേശു ഈ മനുഷ്യനോട് പറയുക. അപ്പോൾ ഇത്രയും ആത്മനിന്ന് അനുഭവിച്ച ഈ മനുഷ്യനാണ് നമുക്ക് വേണ്ടി ഏറ്റവും ആത്മബോധമുണർത്തുന്ന, നമ്മളെ തന്നെ പ്രകാശിപ്പിക്കുന്ന ആ വാക്കുപയോഗിക്കുന്നത്, നിങ്ങൾ രാജകീയ പുരോഹിതരാണ്. രാജകീയ പുരോഹിതരായ മനുഷ്യർ എന്തിനാണ് ഇങ്ങനെ കൂനിപ്പിടിച്ച് നടക്കുന്നത്? നമുക്ക് കൂനിപ്പിടിച്ച് നടക്കാനായിട്ട് ഒരവകാശവുമില്ല എന്ന സന്തോഷത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കൊച്ചു വർത്താനം അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.